السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم فقهنا في الدين. اللهم لا علم لنا إلا ما علمتنا. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة ولا تجعل منها لأحد شيئا. ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, അൽ ഇമാം അബ്ദുൽ ഗനി അൽ മഖ്ദിസി റഹിമഹുള്ളയുടെ ഉംദത്തുൽ അഹ്കാം എന്ന കിതാബിൽ നിന്നും കിതാബു സിയാമാണ് നമ്മൾ വായിച്ചു വരുന്നത്. കിതാബു സിയാമിലെ ഒരു ഉപ അധ്യായമായ ബാബുൻ അഫ്ളലു സിയാമി വഗൈറുഹു എന്ന അധ്യായമാണ്. അതിലെ ആദ്യത്തെ ഹദീസാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വായിച്ചത്. അഥവാ ശ്രേഷ്ഠകരമായ നോമ്പുകൾ, അതുപോലെയുള്ള ചില കാര്യങ്ങൾ, അതാണ് ഈ ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അതുമായി ബന്ധപ്പെട്ട ഹദീസുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ച സുദീർഘമായ ഹദീസിൽ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം എടുത്ത പ്രതിജ്ഞയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വിവരം ലഭിച്ചപ്പോൾ അവിടുന്ന് വിളിച്ച് ചോദിക്കുകയും പിന്നീട് കൂടുതൽ കാര്യങ്ങൾ അദ്ദേഹത്തിന് വിശദീകരിച്ച് നൽകുകയും ചെയ്തു. അഥവാ ജീവിതകാലം മുഴുവനും ഇനി എല്ലാ ദിവസവും നോമ്പും എല്ലാ രാത്രി എഴുന്നേറ്റുള്ള നിസ്കാരവും ആയിരിക്കും എന്ന് അദ്ദേഹം സത്യം ചെയ്ത് പറഞ്ഞപ്പോൾ അത് നിനക്ക് സാധിക്കുകയില്ല, മറിച്ച് നിനക്ക് ചെയ്യാൻ പറ്റുന്ന രൂപങ്ങൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ നോമ്പെടുത്തോളൂ, നോമ്പ് ഉപേക്ഷിച്ചോളൂ. അതല്ലെങ്കിൽ മാസത്തിലെ 3 നോമ്പെടുത്തോളൂ. അതൊരു പോംവഴിയാണ്. ഇഷ്ടമുള്ളപ്പോൾ എടുക്കാം, അല്ലാത്തപ്പോൾ ഒഴിവാക്കാം. ചുരുങ്ങിയത് മാസത്തിൽ ഒരു 3 നോമ്പെങ്കിലും എടുത്താൽ ഒരു വർഷത്തേക്കുള്ള നോമ്പായി, 1ന് 10 എന്ന കണക്കിൽ. ഇനി അതിനേക്കാൾ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നോമ്പെടുക്കാനും 2 ദിവസം നോമ്പ് ഉപേക്ഷിക്കാനും പറഞ്ഞു. അതും അദ്ദേഹത്തിന് പോരാ, ഇനിയും കൂടുതൽ പ്രവർത്തിക്കണം, കൂടുതൽ എനിക്ക് സാധിക്കും എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു ദിവസം നോമ്പ്, ഒരു ദിവസം നോമ്പ് ഒഴിവാക്കുക, ഈ രൂപത്തിലെടുത്തോളൂ എന്ന് പറഞ്ഞു കൊടുത്തു. അത് മഹാനായ ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നോമ്പാണ്. അഥവാ വർഷത്തിൽ 6 മാസം നോമ്പ്, 6 മാസം സാധാരണ അവസ്ഥ. അതാണ് ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പുകൾ. പിന്നീട് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരത്തെക്കുറിച്ചാണ് പറഞ്ഞത്, അഥവാ രാത്രി നിസ്കാരം. അവിടുന്ന് കാന യനാമു നിസ്ഫൽ ലൈൽ, രാത്രിയുടെ പകുതി ഭാഗം അദ്ദേഹം ഉറങ്ങും. വയഖൂമു സുലുസഹു, പിന്നീട് ഉള്ള സമയം അദ്ദേഹം എഴുന്നേറ്റ് നിസ്കരിക്കും. വയനാമു സുദുസഹു, അതിലെ 1/6 അദ്ദേഹം പിന്നെയും ഉറങ്ങും. അഥവാ രാത്രിയെ 6 അദ്ദേഹം വീതിക്കും. ആദ്യത്തെ പകുതി അദ്ദേഹം ഉറങ്ങും. പിന്നീട് 1/3 ബാക്കിയാകുമ്പോൾ അതിലെ 2 ഭാഗം എഴുന്നേറ്റ് നിസ്കരിക്കും. പിന്നീടുള്ള 6ാമത്തെ ഭാഗം അത് അദ്ദേഹം ഉറങ്ങുകയും ചെയ്യും. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തു. ഒരാൾക്ക് ഇബാദത്തുകൾ വർദ്ധിപ്പിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ രൂപത്തിൽ ചെയ്യാം എന്നതാണ് പറഞ്ഞതിന്റെ ചുരുക്കം. ആ അധ്യായത്തിലെ 2ാമത്തെ ഹദീസ് عن أبي هريرة رضي الله عنه قال أوصاني خليلي صلى الله عليه وسلم بثلاث صيام 3 أيام من كل شهر
وركعتي الضحى وأن أوتر قبل أن أنام. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുകയാണ്. അദ്ദേഹം പറയുന്നു, ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ കൂട്ടുകാരൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വസിയത്ത് നൽകുകയുണ്ടായി. ബിസലാസിൻ, 3 കാര്യങ്ങൾ, അഥവാ 3 കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാരൻ എനിക്ക് വസിയത്ത് നൽകുകയുണ്ടായി. ഇവിടെ അൽ ഖലീൽ എന്നത് കൂട്ടുകാരൻ എന്ന് പൊതുവെ നമ്മൾ അർത്ഥം വെക്കും. അൽ ഖുല്ലത്ത് എന്നത് സാധാരണ കൂട്ടുകാരന് സദീഖ്, ഹബീബ് എന്നൊക്കെ പറയും. അതിനേക്കാൾ ഉയർന്ന പദവിയിലുള്ള ഒരു ആത്മബന്ധമാണ് അൽ ഖുല്ല, ഉറ്റമിത്രം എന്നൊക്കെ കൂടുതൽ ആശയസമ്പുഷ്ടമായ രൂപത്തിൽ അർത്ഥം പറയും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് എൻ്റെ ഖലീൽ എന്ന് പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിൽ നിന്നും ഒരു ഖലീലിനെ സ്വീകരിക്കുക എന്നത് ഉണ്ടാവുകയില്ല. അവിടുന്ന് ഇങ്ങോട്ട് ഒരു ഖലീലിനെ സ്വീകരിക്കുകയില്ല. അങ്ങനെ ആരെയെങ്കിലും സ്വീകരിക്കുമായിരുന്നെങ്കിൽ ലത്തഖദ്തു അബൂബക്രിൻ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സ്വീകരിക്കുമായിരുന്നു എന്ന് ഹദീസിൽ കാണാം. കാരണം അവിടുന്ന് അള്ളാഹുവിൻ്റെ ഖലീലാണ്. അള്ളാഹുവിൻ്റെ ഖലീലുമാരായ 2 പ്രവാചകന്മാർ, ഒന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം, രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ സ്വഹാബത്ത് അങ്ങോട്ട് എൻ്റെ ഖലീൽ, എൻ്റെ ഹബീബ് എന്നൊക്കെ പറയാറുണ്ട്. അത് അവരുടെ ഭാഗത്ത് നിന്ന് അവർ പറയുന്നതാണ് ഖലീൽ എന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് പറയുകയില്ല. ഔസാനി ഖലീലി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, എൻ്റെ കൂട്ടുകാരൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ എനിക്ക് വസിയത്ത് നൽകുകയുണ്ടായി. എന്തൊക്കെയാണ് ആ 3 കാര്യങ്ങൾ? സിയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസത്തിലെ നോമ്പുകൾ. വറകഅതൈ അദ്ദുഹ, 2 റകഅത്ത് ദുഹാ നിസ്കാരം. വഅൻ ഊതിറ ഖബ്ല അൻ അനാമ, ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ വിത്റാക്കുക എന്നതും. ഇങ്ങനെ 3 കാര്യങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് നൽകി. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വേറെയും ചില സ്വഹാബത്തിന് ഇതുപോലെ പ്രത്യേകമായി വസിയത്ത് നൽകുന്നതായി നമുക്ക് കാണാം. മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹുവിന് അവിടുന്ന് വസിയത്ത് നൽകിയതായി അദ്ദേഹം പറഞ്ഞ വാക്ക് ഇപ്രകാരമാണ്: ഔസാനി ഹബീബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബിസലാസിൻ, എൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് 3 കാര്യങ്ങൾ വസിയത്ത് നൽകുകയുണ്ടായി. അതുപോലെ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം: ഇന്ന ഖലീലി ഔസാനി, തീർച്ചയായും എൻ്റെ ഖലീൽ എനിക്ക് ഉപദേശം നൽകുകയുണ്ടായി. ഇങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം ചില സഹാബിമാർക്ക് ഉപദേശം നൽകാറുണ്ട്. അവരൊക്കെ ആ ഉപദേശത്തെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ നമുക്ക് കാണാം. അബൂ ദർദ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു: ലൻ അദഅഹുന്ന മാ ഇസ്തു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലം വരേക്കും ഞാൻ അത് ഉപേക്ഷിക്കുകയില്ല. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉപദേശം നൽകിയാൽ അത് മുഴുവനും ജീവിതത്തിലുടനീളം മരിക്കുന്നതുവരെ പ്രാവർത്തികമാക്കാൻ പരിശ്രമിച്ചിരുന്നു എന്ന് നമുക്ക് കാണാം. ഇവിടെ നോക്കൂ, ഒന്നാമത്തെ വസിയത്ത് സിയാമി സലാസതി അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 ദിവസങ്ങളിൽ നോമ്പെടുക്കുക. ഇത് കഴിഞ്ഞ ഹദീസിൽ നമുക്ക് കാണാം: അൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരു ഹസനത്ത്, ഒരു നന്മ എന്നത് 10 തുല്യമാണ്. ഒരാൾ ഒരു മാസത്തിൽ 3 നോമ്പെടുത്താൽ അയാൾ ഒരു വർഷം ആ രൂപത്തിൽ മുന്നോട്ട് പോയാൽ 1-10 എന്ന നിലക്ക് ഒരു വർഷം നോമ്പെടുത്തതുപോലെയാണ്.
ഏറ്റവും ചുരുങ്ങിയത് ഒരാൾക്ക് ഈ നോമ്പുകളെങ്കിലും മുറുകെ പിടിക്കാം. ഏറ്റവും ചുരുങ്ങിയത് ഐച്ഛികമായ സുന്നത്ത് നോമ്പുകൾ ധാരാളമായി ഇനി ഒരാൾക്ക് എടുക്കാൻ സാധിച്ചില്ലെങ്കിലും ചുരുങ്ങിയത് ഇതെങ്കിലും എടുക്കാം. അത് തന്നെ തുടർച്ചയായി എടുക്കണമെന്ന് നിർബന്ധമില്ല. മാസത്തിന്റെ തുടക്കത്തിലെടുക്കാം, ഇടയിലെടുക്കാം, അവസാനത്തിലെടുക്കാം. ഇനി ഒരാൾ 13, 14, 15 അയ്യാമുൽ ബീദിന്റെ ദിവസങ്ങളിലാണ് എടുക്കാൻ ഉദ്ദേശിച്ചത്, അയാൾക്ക് എങ്ങനെ എടുക്കാം? വിശാലതയുണ്ട്. രണ്ടാമത്തെ ഉപദേശം എന്നത് വറകഅതൈ അദ്ദുഹ, 2 റക്അത്ത് ദുഹാ നിസ്കാരം. ദുഹാ നിസ്കാരം എന്നത് സഹോദരങ്ങളെ ഒരുപാട് ശ്രേഷ്ഠതയുള്ള ഒരു നിസ്കാരമാണ്. ചില മുൻഗാമികൾ പറഞ്ഞതായി കാണാം, നമ്മൾ പാപങ്ങൾ ഉപേക്ഷിച്ചപ്പോൾ അള്ളാഹു നമുക്ക് പകരമായി തന്നത് ഈ നിസ്കാരമാണ്. സ്വലാത്തുൽ അവ്വാബീൻ എന്ന് ഈ നിസ്കാരത്തിന് പേര് പറയപ്പെട്ടതായി ഹദീസിൽ കാണാം. അള്ളാഹുവിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്ന, അള്ളാഹുവിലേക്ക് അങ്ങനെ അടുക്കാൻ ശ്രമിക്കുന്ന ആളുകളുടെ നിസ്കാരം. ഇത് 2 റക്അത്താണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ ഉപദേശം നൽകിയിട്ടുള്ളത്. ദുഹാ നിസ്കാരത്തിന്റെ സമയം എന്നത് സൂര്യൻ ഉദിച്ചതിന് ശേഷം, ആ സൂര്യൻ ഒരു കുന്തത്തിന്റെ അത്രയും ഉയർന്നു കഴിഞ്ഞാൽ അതിന്റെ സമയം ആരംഭിക്കും. ഒരു കുന്തത്തിന്റെ അത്രയും സൂര്യൻ ഉയരുക എന്ന് പറഞ്ഞാൽ സമയം കണക്കുകൂട്ടുമ്പോൾ ആധുനികരായ പണ്ഡിതന്മാർ പറഞ്ഞു ഒരു 15 or 20 മിനിറ്റ്, 15 or 20 മിനിറ്റ്. അതിൽ കുറഞ്ഞ സമയം പറഞ്ഞവരുമുണ്ട്. 12 മിനിറ്റ്, 15 മിനിറ്റ്, ഇങ്ങനെ നമുക്ക് അഭിപ്രായം കാണാം. ഏതായിരുന്നാലും സൂര്യൻ ഉദിച്ച് ഈ പറഞ്ഞ സമയം കഴിഞ്ഞാൽ അതിൻ്റെ സമയം ആരംഭിക്കും. ദുഹാ നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുക അപ്പോഴാണ്. സൂര്യൻ കിഴക്ക് നിന്ന് ഉദിച്ച് ഈ പറഞ്ഞ ഒരു കുന്തത്തിന്റെ അത്രയും ഉയർന്ന് പിന്നീടത് നേരെ മധ്യത്തിലേക്ക് വരും. അഥവാ ദുഹർ ബാങ്ക് കൊടുക്കുന്നതിന്റെ ഒരു 5 or 10 മിനിറ്റ് മുന്നേ വരെ ഇതിന് സമയമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നീട് നിസ്കരിക്കാൻ പാടില്ല. സവാല് വരെ സൂര്യൻ മധ്യത്തിൽ നിന്ന് പടിഞ്ഞാറ് ഭാഗത്തേക്ക് തെറ്റിക്കഴിഞ്ഞാൽ ദുഹറിന്റെ സമയമായി. അപ്പൊ അതിനിടയിലുള്ള ഒരല്പസമയം നിസ്കരിക്കാൻ പാടില്ലാത്ത സമയമാണ്. 2 നിസ്കരിക്കാൻ പാടില്ലാത്ത വഖ്തു നഹീന്റെ ഇടയിലാണ് ദുഹാ നിസ്കാരത്തിന്റെ സമയങ്ങൾ വരുന്നത്. എളുപ്പമാണ്, വിശദീകരിച്ച് പറയുമ്പോൾ ചിലപ്പോൾ നമുക്കൊരു പ്രയാസം ഉണ്ടാവും. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റിന് ശേഷം സമയം ആരംഭിക്കും. അവിടെ നമുക്ക് സംശയം ഉണ്ടാവും, സ്വലാത്തുൽ ഇഷ്റാഖ്, സ്വലാത്തുൽ ദുഹ, ഇത് രണ്ടും 2 നിസ്കാരങ്ങളാണോ അതല്ല രണ്ടും ഒന്നാണോ? പല ആളുകളും ചോദിക്കാറുണ്ട്. ഇഷ്റാഖ് നിസ്കാരം എന്ന് പറഞ്ഞാൽ പ്രത്യേക നിസ്കാരമല്ല, ഈ പറഞ്ഞ ദുഹാ നിസ്കാരം തന്നെയാണ്. ശുറൂഖുമായി ബന്ധപ്പെട്ടിട്ടാണ് ആ പേര് വന്നത്. അഥവാ സൂര്യൻ ഉദിച്ച് കുറച്ച് കഴിഞ്ഞ് ആ ആദ്യ സമയത്ത് നിസ്കരിക്കുമ്പോഴാണ് അതിന് ആ പേര് പറയുക, സ്വലാത്തുൽ ഇഷ്റാഖ്. അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു പേരൊന്നുമില്ല, അതിനോട് ചേർത്ത് അങ്ങനെ പറയുന്നു എന്ന് മാത്രം. അത് കഴിഞ്ഞാൽ പിന്നീട് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നിസ്കരിക്കുമ്പോൾ ദുഹാ നിസ്കാരം എന്നാണ് പൊതുവെ പറയപ്പെടാറുള്ളത്. ഇത് രണ്ടും ഒന്നു തന്നെയാണ്. ഈ സമയങ്ങൾക്കിടയിൽ ഒരാൾക്ക് നിസ്കരിക്കാം. ചുരുങ്ങിയത് 2 റക്അത്താണ്, അധികരിച്ചാൽ 8 വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ചതായി ഹദീസിലുണ്ട്. അതിൽ വിശാലതയുണ്ട് എന്ന് നമുക്ക് കാണാം. ദുഹാ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠകരമായ സമയം എപ്പോഴാണ്? ഹദീസിൽ കാണാം, സ്വലാത്തുൽ അവ്വാബീന ഹീന തർമദുൽ ഫിസാൽ, ഒട്ടകക്കുട്ടിയുടെ കാലിന് ചൂട് പിടിക്കുന്ന സമയം. അഥവാ ഏതാണ്ട് വെയിൽ അതിന് ചൂട് ആരംഭിക്കുന്ന ഒരു സമയമുണ്ടല്ലോ, ആ സമയമാണ് ഇതിനേറ്റവും ശ്രേഷ്ഠകരമായ സമയം. ഒരു 11 മണി അതിൻ്റെ ഒക്കെ ആ ഒരു ഇടയിൽ സമയം നമ്മൾ പറയുകയാണെങ്കിൽ ആ സമയത്താണ് കൂടുതൽ ശ്രേഷ്ഠകരമായിട്ടുള്ളത്. വല്ലാഹു അലം, പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് പൊതുവെ ആ സമയത്ത് ജനങ്ങളൊക്കെ തിരക്കിലായിരിക്കും, ജനങ്ങളൊക്കെ അശ്രദ്ധയിലായിരിക്കും, ജോലിയിലായിരിക്കും. അപ്പം ആ സമയത്ത് ഒരാൾ ഇബാദത്തിൽ ഏർപ്പെടുക എന്നത് ശ്രേഷ്ഠകരമാണ്. പൊതുവെ ജനങ്ങളൊക്കെ അശ്രദ്ധയിലായിരിക്കുമ്പോൾ
ഒരാൾ ഇബാദത്തിൽ ഏർപ്പെടുക എന്നുള്ളത് വലിയ പുണ്യകരമായ കാര്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ഈ ഷഅബാൻ മാസത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആ മാസം എന്നത് ജനങ്ങൾ അശ്രദ്ധയിലായി പോകുന്ന മാസമാണ്. അപ്പം അതുകൊണ്ട് ആ സമയത്ത് കൂടുതൽ ഇബാദത്തുകളിൽ ഏർപ്പെടുക എന്നത് വളരെ നല്ല കാര്യമാണ്, പുണ്യകരമായ കാര്യമാണ്. എന്നതുകൊണ്ടായിരിക്കാം ഈ സമയം ശ്രേഷ്ഠകരമായി തീർന്നത്. വല്ലാഹു അലം. ഇത് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഒഴിവാക്കാതെ നമ്മൾ ഓരോരുത്തരും മുറുകെ പിടിക്കേണ്ട ഒരു കാര്യമാണ്. ചുരുങ്ങിയതൊരു 2 റക്അത്ത് നിസ്കാരമെങ്കിലും നമുക്ക് ആദ്യ വക്തിൽ നിസ്കരിക്കാം, അതല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് നിസ്കരിക്കാം, ജോലിക്ക് പോകുന്നതിന് മുന്നേ നിസ്കരിക്കാം, അതല്ലെങ്കിൽ അതിനിടയിൽ സമയമുണ്ടെങ്കിൽ അങ്ങനെ നിസ്കരിക്കാം. ഈ പറഞ്ഞ ഒരു ഓഹരി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതുപോലെ നമ്മുടെ ശരീരത്തിലെ ഓരോ സന്ധികൾക്കും അള്ളാഹുവിന് ശുക്ർ ചെയ്യാനുണ്ട്, നന്ദി ചെയ്യാനുണ്ട്. ഓരോ സന്ധികൾക്കും സ്വതക്ക എന്നോണം പ്രവർത്തിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. തസ്ബീഹ് സ്വതക്കയാണ്, തഹ്മീദ് സ്വതക്കയാണ്, തഹ്ലീൽ സ്വതക്കയാണ്, തക്ബീർ സ്വതക്കയാണ്, നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക എന്നത് സ്വതക്കയാണ്. ഇതൊക്കെ നമ്മുടെ ശരീരം കൊണ്ട്, നമ്മുടെ ശരീരത്തിലെ സന്ധികൾ കൊണ്ട്, അവയവങ്ങൾ കൊണ്ട് നമുക്ക് ചെയ്യാനുള്ളതാണ്. ഇതൊക്കെ നമ്മുടെ ബാധ്യതയിൽപ്പെട്ടതാണ്. എന്നാൽ ഹദീസിൽ കാണാം, ഫയുജ്സിഉ മിൻ ദാലിക റകഅതാനി യർകഉഹുമാ മിനദ്ദുഹാ. ഈ പറഞ്ഞ പ്രവർത്തനങ്ങൾക്കൊക്കെ പകരമായി അതിൻ്റെ ഒക്കെ പ്രതിഫലം ലഭിക്കുന്നതാണ് ഒരാൾ 2 റക്അത്ത് ദുഹാ നിസ്കരിക്കുക എന്ന കാര്യം. നോക്കൂ, 2 റക്അത്തുകൾ നിസ്കരിച്ചാൽ വലിയ പുണ്യം നേടിയെടുക്കാൻ സാധിക്കും എന്നതാണ്. അപ്പം ഇത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്തായിട്ട് കൊടുക്കുകയാണ്. മൂന്നാമത്തേത് ഹദീസിൽ വന്നത് വഅൻ ഊതിറ ഖബ്ല അൻ അനാമ, ഞാൻ ഉറങ്ങുന്നതിന് മുന്നേ വിത്റാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയ്യത്ത് നൽകുകയുണ്ടായി. ഇവിടെ സഹോദരങ്ങളെ രാത്രി നിസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യമാണത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഒരാൾ രാത്രി ഉറങ്ങി പിന്നീട് രാത്രിയുടെ അവസാന സമയത്തോ അതല്ലെങ്കിൽ 1/3 ബാക്കിയുണ്ടാകുമ്പോഴോ ഒന്നും ഒരാൾക്ക് എഴുന്നേൽക്കാൻ സാധിക്കുകയില്ല എങ്കിൽ അയാൾ ആദ്യ വക്തിൽ തന്നെ നിസ്കരിച്ചിട്ട് ഉറങ്ങലാണ് ഉത്തമം. തീരെ നിസ്കരിക്കാതിരിക്കുക എന്നതിനേക്കാൾ ഒരാൾ നേരത്തെ നിസ്കരിച്ചുകൊണ്ട് വിത്റാക്കിക്കൊണ്ട് ഉറങ്ങലാണ് ഉത്തമം. വിത്ർ എന്നാൽ ഏറ്റവും ചുരുങ്ങിയത് 3 അതല്ല 1 എന്നിങ്ങനെ അഭിപ്രായങ്ങളുണ്ട്. നമുക്കറിയാം 3 റക്അത്ത് വിത്റായി നിസ്കരിക്കും, 2ഉം പിന്നെ 1ഉം. അതിലെ 1 ആണ് ഏറ്റവും ചുരുങ്ങിയത് എന്ന അഭിപ്രായമുണ്ട്, അല്ല 3 എന്ന അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, ഒരു 3 റക്അത്തെങ്കിലും വിത്റാക്കിക്കൊണ്ട് ഉറങ്ങാൻ നമ്മൾ ശ്രമിക്കണം എന്നതാണ് ഈ പറഞ്ഞത്. നമുക്ക് കാണാം, രാത്രി നിസ്കാരം പല മർത്തബകളിലാണുള്ളത്, പല രൂപത്തിലാണ് രാത്രി നിസ്കാരത്തിൻ്റെ അവസ്ഥകളുള്ളത്. അതിലൊന്നാമത്തേത് ഇപ്പം ഈ ഹദീസിൽ നമുക്ക് കാണാം ഉറങ്ങുന്നതിന് മുന്നേ എന്നതാണ്. അത് തന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞ്, സുന്നത്ത് നിസ്കാരം കഴിഞ്ഞ് അതിനുശേഷം ഒരാൾ 3 റക്അത്ത് നിസ്കരിക്കുകയാണ്. ഒരാൾക്കത് മതിയായതാണ്, അയാൾ അത് നിസ്കരിച്ച് ഉറങ്ങുകയാണെങ്കിൽ അയാളുടെ രാത്രി നിസ്കാരം ആയിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു രൂപം എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ ഹദീസിൽ വന്ന നേർക്ക് നേരെയുള്ള വാക്ക്, ഉറങ്ങുന്നതിൻ്റെ തൊട്ടു മുന്നേ, ഇശാ നിസ്കാരം കഴിഞ്ഞ് പിന്നെ കുറേ സമയം കഴിഞ്ഞ് എന്നിട്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ വുളൂ ചെയ്തു വന്ന് 3 റക്അത്ത് വിത്റാക്കി നിസ്കരിക്കുക എന്നത്. അത് ഇശാഇന്റെ അടുത്ത സമയത്തായിരിക്കില്ല, 1-2 മണിക്കൂറുകൾക്ക് ശേഷമായിരിക്കും. അതാണ് രണ്ടാമത്തെ ഒരു അവസ്ഥ. മൂന്നാമത്തെ ഒരു അവസ്ഥ എന്നത് ഫജ്റിന്റെ തൊട്ട് മുന്നേ ഉള്ള സമയമാണ്. ഫജ്റിന്റെ തൊട്ട് മുന്നേ ഉള്ള ഒരു അരമണിക്കൂർ 1 മണിക്കൂർ മുന്നേ ഉള്ള സമയം, തഹജ്ജുദിന്റെ സമയമെന്ന് നമ്മൾ പൊതുവെ പറയപ്പെടാറുള്ള സമയം. ഇതും രാത്രി നിസ്കാരത്തിന്റെ സമയമാണ്. നാലാമത്തൊരു രൂപം എന്നത്, സമയം എന്നത് ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നിസ്കാരത്തിന്റെ സമയം. രാത്രിയെ 6 തരംതിരിച്ച് അതിൽ ആദ്യത്തെ പകുതി കിടന്നുറങ്ങും,
പിന്നെ ഉള്ള 2 ഭാഗങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കും, പിന്നെ ഒരു ഭാഗം കിടന്നുറങ്ങും. ഇതാണ് ഏറ്റവും അഫ്ളലായ രൂപം. ഇപ്പോൾ രാത്രി 6 വീതിച്ചിട്ട് പകുതി ഉറങ്ങുക, പിന്നെ എഴുന്നേറ്റ് നിസ്കരിക്കുക, പിന്നെ ഉറങ്ങുക. ഇങ്ങനെ പല മർത്തബകൾ രാത്രി നിസ്കാരത്തിൽ നമുക്ക് കാണാം. ഇതിലേതും ഒരാൾക്ക് സ്വീകരിക്കാം. ഏറ്റവും അഫ്ളലായത് ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ നിസ്കാരമാണ്. അള്ളാഹുവിന് ഏറ്റവും പ്രിയങ്കരമായ നിസ്കാരം എന്ന ഹദീസിൽ വന്നു. രണ്ടാമത് ശ്രേഷ്ഠകരമായ സമയം എന്നത് രാത്രിയിൽ 1/3 ബാക്കിയാകുമ്പോൾ ഉള്ള സമയം. നമ്മൾ പൊതുവെ തഹജ്ജുദിന്റെ സമയമെന്ന് പറയപ്പെടാറുള്ള ആ സമയത്തിന്റെ പ്രത്യേകത എന്താണ്? യൻസിലു റബ്ബുനാ തബാറക വതആല കുല്ല ലൈലത്തിൻ ഇല സമാഇ ദുനിയ ഹീന യബ്ഖാ തുലുസുൽ ലൈലിൽ ആഖിർ. അല്ലാഹു റബ്ബുൽ ആലമീൻ, നമ്മുടെ റബ്ബ്, 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരും രാത്രിയിലെ 1/3 അവശേഷിക്കുന്ന സമയത്ത്. ഫയഖൂൽ, എന്നിട്ട് അല്ലാഹു പറയും, മൻ യദ്ഊനി ഫഅസ്തജീബ് ലഹു, ആരുണ്ട് എന്നോട് ദുആ ചെയ്യാൻ ഞാൻ അവന് ഉത്തരം നൽകാം. മൻ യസ്അലുനി ഫഉഅതിയഹു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് നൽകാം. മൻ യസ്തഗ്ഫിറുനി, ആരുണ്ട് ഇസ്തിഗ്ഫാർ ചെയ്യാൻ, ഫഅഗ്ഫിറ ലഹു, ഞാൻ അവന് പുറത്തു കൊടുക്കാം. ഇത് വളരെ ശ്രേഷ്ഠകരമായ ഒരു സമയമാണ്. പിന്നീട് അതിനുശേഷം ഇതിലേതും ഒരാൾക്ക് സ്വീകരിക്കാവുന്നതാണ്. ഏതായിരുന്നാലും സഹോദരങ്ങളെ, രാത്രി നിസ്കാരത്തിൽ നിന്നൊരു ഓഹരി ഉണ്ടാവണം എന്നാണ് ഈ പറഞ്ഞത്. പണ്ഡിതന്മാരിൽ ചിലർ പറഞ്ഞതായി കാണാം, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വസിയത്ത് നൽകാനുള്ള കാരണം, അദ്ദേഹം രാത്രി ഒരുപാട് വൈകാറുണ്ട്. നമ്മളെപ്പോലെ വെറുതെ തിരിഞ്ഞടിച്ചിട്ടല്ല. അദ്ദേഹം കൂടുതൽ ഹദീസ് കേൾക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത ആളാണ്. അപ്പോൾ അതിൻ്റെ മുറാജഅയും അതിൻ്റെ വായനയും അങ്ങനെയുള്ള ഇൽമുമായി ബന്ധപ്പെട്ട് ശുഗ്ലിലാകുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം ഉറങ്ങാൻ വൈകിപ്പോകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായി രാത്രി നിസ്കാരത്തിൻ്റെ ഓഹരി ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോയേക്കാം. അതുകൊണ്ട് രാത്രി നിസ്കാരം ആദ്യത്തെ സമയത്ത് വിത്റാക്കിക്കൊണ്ട് ഉറങ്ങിക്കോളൂ എന്ന അർത്ഥത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം ഇങ്ങനെ സഹോദരങ്ങളെ, 3 വസിയത്തുകൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന് നൽകുകയാണ്. ഇത് ഹദീസിൽ വ്യക്തമായി തന്നെ വന്നിട്ടുണ്ട്. മൻ ഖാഫ അല്ലാ യഖൂമ മൻ ആഖിറിൽ ലൈലി ഫൽയൂതിർ അവ്വലഹു, ആരെങ്കിലും രാത്രിയുടെ അവസാനത്തിൽ എഴുന്നേൽക്കുകയില്ല, ഉറങ്ങിപ്പോകും എന്ന് ഭയപ്പെടുകയാണെങ്കിൽ രാത്രിയുടെ ആദ്യത്തിൽ അയാൾ വിത്റാക്കി കൊള്ളട്ടെ. വമൻ തമിഅ അൻ യഖൂമ ആഖിറഹു ഫൽയൂതിർ ആഖിറൽ ലൈൽ, ഇനി രാത്രിയുടെ അവസാനത്തിൽ ഒരാൾക്ക് എഴുന്നേൽക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അയാൾ ആ സമയത്ത് വിത്റാക്കി കൊള്ളട്ടെ. നമുക്ക് പേടിയുണ്ട്, ഉറങ്ങിപ്പോകും എങ്കിൽ ഉറങ്ങുന്നതിന് മുന്നേ തന്നെ നിസ്കരിച്ച് കിടക്കാം. അതാണ് നല്ലത്. തീരെ ഇല്ലാതിരിക്കുന്നതിനേക്കാൾ ആദ്യ വക്തിൽ നിസ്കരിച്ച് ഉറങ്ങലാണ് നല്ലത്. അപ്പം അത് സഹോദരങ്ങളെ, രാത്രി നിസ്കാരത്തിൻ്റെ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. രാത്രി നിസ്കാരം എന്നത് റമദാനിൽ മാത്രമല്ല, വർഷം മുഴുവനുമുണ്ട് എന്നാണ് ഹദീസുകൾ അറിയിക്കുന്നത്. അതുപോലെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെയായിരുന്നു. ഇതാണ് ആ ഹദീസ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന് 3 കാര്യങ്ങൾ വസിയത്ത് നൽകുകയുണ്ടായി. സിയാമി 3 അയ്യാമിൻ മിൻ കുല്ലി ഷഹർ, എല്ലാ മാസത്തിലും 3 നോമ്പുകൾ. വറകഅതൈ അദ്ദുഹ, 2 റകഅത്ത് ദുഹാ നിസ്കാരം. വഅൻ ഊതിറ ഖബ്ല അൻ അനാമ, ഉറങ്ങുന്നതിന് മുന്നേ വിത്റാക്കുക എന്നത്. ഞാൻ പറഞ്ഞു, വിത്ർ ഏറ്റവും ചുരുങ്ങിയത് 1, അതല്ലെങ്കിൽ 3, അതല്ലെങ്കിൽ 5, അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ നിസ്കരിക്കാം. ഓരോരുത്തർക്കും സാധിക്കുന്ന രൂപത്തിൽ നിസ്കരിക്കാം. അതിൽ വിശാലതയുണ്ട്. ഈ പറഞ്ഞ രൂപമൊക്കെ ഒരാൾക്ക് സ്വീകരിക്കാം. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. ഇനി സഹോദരങ്ങളെ, ഈ ബാബിലെ 3ാമത്തെ ഹദീസ്, അൻ മുഹമ്മദ് ബിൻ അബ്ബാദ് ബിൻ ജഅഫറിൻ, അദ്ദേഹം താബിഈയാണ്. ഖാല, അദ്ദേഹം പറഞ്ഞു, സഅൽതു ജാബിർ ബിൻ അബ്ദില്ലാഹി റളിയല്ലാഹു അൻഹുമാ അനഹാ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ജുമുഅ. താബിഈയായ മുഹമ്മദ് ബിൻ അബ്ബാദ് ബിൻ ജഅഫർ റഹിമഹുല്ലാ, അദ്ദേഹം ജാബിർ ഇബ്നു അബ്ദില്ലാ റളിയല്ലാഹു അൻഹു എന്ന
മഹാനായ സഹാബിയോട് ചോദിച്ചൊരു ചോദ്യമാണിത്. അനഹൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം അൻ സൗമി യൗമിൽ ജുമുഅ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വെള്ളിയാഴ്ച ദിവസത്തെ നോമ്പ് വിരോധിച്ചിട്ടുണ്ടോ? വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഖാല ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി അദ്ദേഹം പറഞ്ഞു, നഅം, അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. വസാദ മുസ്ലിമുൻ, മുസ്ലിമിന്റെ റിവായത്തിൽ നമുക്ക് കാണാം, വറബ്ബിൽ കഅബ, കഅബയുടെ റബ്ബ് തന്നെ സത്യം. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട് എന്നത് അതെ എന്ന് പറഞ്ഞ് അതിനൊന്നുകൂടി ഊട്ടി ഉറപ്പിക്കാൻ സത്യം ചെയ്തു എന്നതാണ്. അടുത്ത ഹദീസ് കൂടി വായിക്കാം, എന്നിട്ട് നമുക്ക് വിശദീകരിക്കാം. عن أبي هريرة رضي الله عنه قال سمعت النبي صلى الله عليه وسلم يقول لا يصومن أحدكم يوم الجمعة إلا أن يصوم يوما قبله أو يوما بعده. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം റിവായത്ത് ചെയ്യുന്നു, അദ്ദേഹം പറഞ്ഞു, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും കേട്ടിരിക്കുന്നു, അവിടുന്ന് പറഞ്ഞു, ലാ യസൂമന്ന അഹദുക്കും യൗമൽ ജുമുഅ, നിങ്ങളിൽ ആരും തന്നെ വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കരുത്, ഇല്ല അൻ യസൂമ യൗമൻ ഖബ്ലഹു ഔ യൗമൻ ബഅദഹു, വെള്ളിയാഴ്ചയുടെ മുന്നത്തെ ദിവസമോ അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള ദിവസമോ എടുത്തിട്ടല്ലാതെ. ഈ രണ്ട് ഹദീസുകളും സഹോദരങ്ങളെ അറിയിക്കുന്നത് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നോമ്പെടുക്കാൻ പാടില്ല എന്നതാണ്. വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി നോമ്പെടുക്കാൻ പാടില്ല എന്ന കാര്യമാണ് ആ ഹദീസിൽ അറിയിക്കുന്നത്. എന്തുകൊണ്ടാണ് വെള്ളിയാഴ്ച പ്രത്യേകം ഒരു പുണ്യം പ്രതീക്ഷിച്ച് നോമ്പെടുക്കരുത് എന്ന് പറഞ്ഞത്? യൗമുൽ ജുമുഅ എന്നത് ഈദുൽ ഉസ്ബൂ', ആഴ്ചയിലെ പെരുന്നാളാണ്. ആഴ്ചയിലെ പെരുന്നാൾ ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. മുസ്ലിമീങ്ങൾക്ക് രണ്ട് ആഘോഷങ്ങൾ, രണ്ട് പെരുന്നാളുകൾ അള്ളാഹു നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ മടങ്ങി വരുന്ന, ആഴ്ച തോറുമുള്ള പെരുന്നാളായി വെള്ളിയാഴ്ചയും നിശ്ചയിച്ചിട്ടുണ്ട്. ഇപ്പൊ പെരുന്നാൾ ദിവസങ്ങളിൽ നോമ്പെടുക്കൽ ഹറാമാണ് എന്നതുപോലെ തന്നെ വെള്ളിയാഴ്ച ദിവസം പ്രത്യേകമായി അന്ന് ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നോമ്പെടുക്കുക എന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. ഒരാൾക്ക് വെള്ളിയാഴ്ച എടുക്കണമെങ്കിൽ അതിന് ചില നിബന്ധനകളുണ്ട്. അതാണ് രണ്ടാമത്തെ ഹദീസിൽ. ഒന്നല്ലെങ്കിൽ അതിന് മുന്നേയുള്ള യൗമുൽ ഖമീസ്, വ്യാഴാഴ്ച എടുക്കണം. അതുപോലെ തന്നെ അതല്ലെങ്കിൽ അതിന് ശേഷമുള്ള യൗമുസ് സബ്ത്, ശനിയാഴ്ച എടുക്കണം. അല്ലാതെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് വെള്ളിയാഴ്ച എടുക്കരുത് എന്നാണ് പറഞ്ഞത്. എന്നാൽ സഹോദരങ്ങളെ, പ്രത്യേകമായി ഉദാഹരണത്തിന് വെള്ളിയാഴ്ച ദിവസം നോമ്പെടുക്കൽ ഒരാൾക്ക് അനുവദനീയമായി തീരും. അതൊന്നാമത്തെ രൂപം ഇങ്ങനെ, ഒന്നല്ലെങ്കിൽ തലേന്നെടുത്തു അല്ലെങ്കിൽ പിറ്റേന്നെടുക്കാൻ തീരുമാനിച്ചു, അങ്ങനെ ഒരാൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ ആശൂറയുടെ ദിവസം വന്നു, വെള്ളിയാഴ്ചയാണ്, ഒരാൾക്ക് എടുക്കാം. അതല്ലെങ്കിൽ അറഫയുടെ ദിവസം വന്നു, വെള്ളിയാഴ്ചയാണ്, ഒരാൾക്ക് എടുക്കാം. ഈ രൂപത്തിൽ ഒരു കാരണമുള്ള പ്രത്യേക സാഹചര്യത്തിൽ ഒരാൾക്ക് വെള്ളിയാഴ്ച നോമ്പെടുക്കാം. ആ ദിവസമാണ് ഒരാൾക്ക് ഒത്തുവന്നത്, എടുക്കാം. അതല്ലാതെ ഈ ഹദീസിൽ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? വെള്ളിയാഴ്ചക്ക് അനേകം ശ്രേഷ്ഠതകളുണ്ട്, അല്ലെ? വെള്ളിയാഴ്ച ഈദുൽ ഉസ്ബൂ ആണെന്ന് പറഞ്ഞു, ആഴ്ചയിലെ പെരുന്നാൾ ദിവസമാണെന്ന് പറഞ്ഞു. അതൊരു പ്രത്യേകതയാണ്. അന്ന് പ്രത്യേകമായി ഇബാദത്തുകൾക്ക് പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ദുആ ഉത്തരം ലഭിക്കുന്ന പ്രത്യേക സമയങ്ങളുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. പ്രധാനമായും രണ്ട് സമയങ്ങളാണ് പറയപ്പെട്ടിട്ടുള്ളത്. ഒന്ന്, ഇമാം മിമ്പറിൽ കയറിയത് മുതൽ നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടുന്നത് വരെ, അതിനിടയിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ദുആകൾക്ക്, പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കും. അതേ ദിവസം തന്നെ മറ്റൊരു സമയം, അസ്റിന് ശേഷം സൂര്യൻ അസ്തമിക്കുന്നതിനിടയിൽ ഒരു സമയമുണ്ട്. അത് വളരെ കുറച്ചാണ് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളിയാഴ്ചയുടെ പ്രത്യേകതയിൽപ്പെട്ടതാണ്. അങ്ങനെ പൊതുവേ പ്രത്യേകതകൾ കൊണ്ട് സമൃദ്ധമായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം, അപ്പൊ നമ്മുടെ വക ഒരാൾ വിചാരിക്കുകയാണെന്ത്,
ഏതായാലും ഈ പ്രത്യേകതകളൊക്കെ ശ്രേഷ്ഠതകളൊക്കെ ഈ ദിവസത്തിനുണ്ട്, അതുകൊണ്ട് അന്നൊരു നോമ്പും വെച്ചേക്കാം എന്നൊരാൾ വിചാരിക്കുകയാണെങ്കിൽ അത് പാടില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ പ്രത്യേകമായി വെള്ളിയാഴ്ചക്ക് ഒരു നോമ്പ് എടുക്കുക എന്നത് പാടില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഈ കാര്യം വ്യക്തമാക്കുന്ന ഹദീസ് വന്നിട്ടുണ്ട്. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഭാര്യയായ ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ചെന്നപ്പോൾ അവരെ കാണുന്നത് വെള്ളിയാഴ്ച ദിവസം അവർ നോമ്പെടുത്തിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, അസുംതി അംസ്, നീ ഇന്നലെ നോമ്പെടുത്തിട്ടുണ്ടോ? ഖാലത്ത്, അപ്പോൾ അവർ പറഞ്ഞു ലാ, ഇല്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, തുരീദീന അൻ തസൂമി ഗദൻ, നാളെ നോമ്പെടുക്കാൻ നീ ഉദ്ദേശിക്കുന്നുണ്ടോ? ഖാലത്ത്, അവർ പറഞ്ഞു ഇല്ല. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, ഫഅഫ്തിരി, എന്നാൽ നീ നോമ്പ് മുറിച്ചുകൊള്ളുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പ് മുറിപ്പിച്ചു എന്ന് സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം. അപ്പോൾ നോക്കൂ, തലേന്നെടുത്തു, അതിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് വെള്ളിയാഴ്ച എടുത്തത് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഇന്ന് വെള്ളിയാഴ്ച ഒരാൾ നോമ്പെടുത്തു, നാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് എങ്കിൽ കുഴപ്പമില്ല. അതല്ലാതെ വെള്ളിയാഴ്ച മാത്രമായി ഒരാൾ നോമ്പെടുക്കുകയാണെങ്കിൽ അത് പാടില്ല, അത് വിലക്കപ്പെട്ടതാണ് എന്നാണ് ഈ ഹദീസിൽ വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സഹോദരങ്ങളെ, വെള്ളിയാഴ്ചയുടെ നോമ്പിന്റെ കാര്യം പറയുമ്പോൾ കൂടെ പറയേണ്ട മറ്റൊരു കാര്യമാണ്, ശനിയാഴ്ച ദിവസവും ഇതുപോലെ വന്നിട്ടുണ്ട്. ശനിയാഴ്ച ദിവസം പ്രത്യേകമായി നോമ്പെടുക്കാൻ പാടില്ല എന്ന് ഒരു ഹദീസ് വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തസൂമു യൗമ സബ്തി ഇല്ലാ ഫീമാ ഫ്തുരിള അലൈക്കും, നിങ്ങൾ ശനിയാഴ്ച ദിവസം നോമ്പെടുക്കരുത്, നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ട നോമ്പല്ലാതെ. പണ്ഡിതന്മാർക്കിടയിൽ ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയവും ഹദീസുമാണിത്. ചില പണ്ഡിതന്മാർ ഈ ഹദീസ് ദുർബലമാണെന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ഇനി ഹദീസ് സഹീഹാണെന്ന് വെച്ചാൽ തന്നെ ശനിയാഴ്ച ദിവസത്തിന്റെ നോമ്പുമായി ബന്ധപ്പെട്ട് ആധുനികരായ പണ്ഡിതന്മാരിൽ പ്രമുഖനായ അല്ലാമ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു, ശനിയാഴ്ച ദിവസവുമായി ബന്ധപ്പെട്ട് പല അഭിപ്രായങ്ങളും കാണാം. അതിലൊന്നാമത്തേത്, ഇന്നഹു കൽ അർബിഅ വസ്സുലസാ യുബാഹു സൗമുഹു, സാധാരണ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും ഒക്കെ പോലെയുള്ള ഒരു ദിവസമാണ്, നോമ്പെടുക്കാം. ഈ ഹദീസ് ദുർബലമാണ് എന്ന് വെച്ചാൽ ആ വിലക്ക് എന്തല്ല, ബാധകമല്ല, ഒരാൾക്ക് നോമ്പെടുക്കാം. രണ്ടാമത്തെ ഒരു അഭിപ്രായം, ഇന്നഹു ലാ യജൂസു ഇല്ലാ ഫിൽ ഫരീള, നിർബന്ധമായ നോമ്പല്ലാതെ എടുക്കാൻ പാടില്ല. ഈ ഹദീസ് സ്വഹീഹാണെന്ന് വെച്ചാൽ ഹദീസിലുള്ള എന്താണ്, നിർബന്ധമല്ലാത്ത നോമ്പെടുക്കരുത് എന്നാണ്. ശനിയാഴ്ച പ്രത്യേകമായി ഒരാൾ ശനിയാഴ്ച മാത്രം നോമ്പെടുക്കുക എന്നത് നിർബന്ധമായ നോമ്പാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ പാടില്ല എന്നാണ് ഹദീസിലുള്ളത്. അപ്പൊ ആ ഹദീസ് സ്വഹീഹാണെന്ന് മനസ്സിലാക്കിയ ഒരാൾ അതിന്റെ ബാഹ്യമായ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു അഭിപ്രായം, ഇന്നഹു യജൂസ് ലാകിൻ ബിദൂൻ ഇഫ്രാദ്, നോമ്പെടുക്കാം, പക്ഷേ വെള്ളിയാഴ്ചയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ആ ദിവസം മാത്രം എടുക്കരുത് എന്നാണ്. അദ്ദേഹം പറയാണ്, വസ്സഹീഹു, ഇതിൽ ശരിയായ അഭിപ്രായം നിരുപാധികം പാടുണ്ട് എന്നോ അല്ലെങ്കിൽ നിരുപാധികം പാടില്ല എന്നോ അല്ല, മറിച്ച് ഒരാൾക്ക് എടുക്കാം, പക്ഷേ തനിച്ചെടുക്കാൻ പാടില്ല. ഐ ഇദാ സുംത മഅഹു അൽ അഹദ് ഔ സുംത മഅഹു അൽ ജുമുഅ ഫലാ ബഅസ്, ഒരാൾ ശനിയാഴ്ച എടുക്കാൻ, അതിൻ്റെ കൂടെ ഞായറാഴ്ച എടുക്കാൻ ഉദ്ദേശിച്ചു, അങ്ങനെയാണെങ്കിൽ എടുക്കാം. അതല്ലെങ്കിൽ ഒരാൾ വെള്ളിയാഴ്ച എടുത്തു, ശനിയാഴ്ച എടുക്കാൻ ഉദ്ദേശിച്ചു എങ്കിൽ എടുക്കാം. നേരത്തെ ഹദീസിൽ കേട്ടില്ലേ, ജുവൈര റളിയല്ലാഹു അൻഹയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇന്നലെ എടുത്തിട്ടുണ്ടോ? ഇല്ല. നാളെ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നാളെയും എടുക്കാമെന്ന് കിട്ടും. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എടുക്കാം, ഫലാ ബഅസ്, അതിന് കുഴപ്പമില്ല. അദ്ദേഹം തെളിവായി കൊടുത്തത് ജുവൈരിയ റളിയല്ലാഹു അൻഹയുടെ ആ സംഭവമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞ സംഭവം. അഥവാ നാളെ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്ങനെ ഒരാൾക്ക് എടുക്കുകയാണെങ്കിൽ അതെടുക്കാം. ഈ ഹദീസുമായി ധാരാളം ചർച്ചയുണ്ട്. പറഞ്ഞതിന്റെ ആകത്തുക, വെള്ളിയാഴ്ച
പ്രത്യേകമായി ആ ദിവസം മാത്രം നോമ്പെടുക്കരുത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിട്ടുണ്ട്. ഒരാൾക്ക് എങ്ങനെയൊക്കെ എടുക്കാം, തലേന്ന് എടുക്കാം, അതല്ലെങ്കിൽ പിറ്റേന്ന് എടുക്കാം. വെള്ളിയാഴ്ചയുടെ കൂടെ അപ്പുറത്തോ ഇപ്പുറത്തോ എടുക്കുകയാണെങ്കിൽ ജായിസാണ്, എടുക്കാവുന്നതാണ്. ഇനി അല്ലെങ്കിൽ വെള്ളിയാഴ്ച യോജിച്ചു വന്നു, ആശൂറ പോലെ അറഫ പോലെ അങ്ങനെയുള്ള ദിവസങ്ങൾ വെള്ളിയാഴ്ചയാണ് യോജിച്ചു വന്നത്, അപ്പോൾ ചിലപ്പോൾ ഒന്നേ ഉണ്ടാവുള്ളൂ, അപ്പോൾ അതെടുക്കാം. അല്ലാതെ ഒരാൾ വെള്ളിയാഴ്ചക്ക് പ്രത്യേകത കൽപ്പിച്ചിട്ട് എടുക്കരുത്. അതേപോലെ തന്നെയാണ് ശനിയാഴ്ചയുടെ കാര്യവും എന്നതാണ് കൂടുതൽ ശരിയായി മനസ്സിലാകുന്നത്. ഇവിടെ സഹോദരങ്ങളെ, പണ്ഡിതന്മാർ മഹത്തായ ഒരു ഫായിദ പറഞ്ഞിട്ടുണ്ട്. ഒരു ഇബാദത്ത് നമ്മുടെ വക തീരുമാനിക്കാനും നിശ്ചയിക്കാനും പാടില്ല എന്നത് ഈ ഹദീസുകളിലുണ്ട്. വെള്ളിയാഴ്ചക്ക് അനേകം ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പ്രത്യേകതകളുണ്ട്. ദിവസങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളുടെ നേതാവാണ് എന്നതൊക്കെ ഹദീസുകളിൽ വന്നിട്ടുണ്ട്. പക്ഷേ ബാക്കിയുള്ള ഇബാദത്തുകളും ശ്രേഷ്ഠതകളും ഒക്കെ അവിടെ നിലനിൽക്കെ ഒരാൾക്ക് അന്ന് നോമ്പെടുക്കാൻ പാടില്ല. എന്റെ നോമ്പല്ലേ, നല്ലതല്ലേ എന്നൊരാൾ ചോദിച്ചാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയിരിക്കുന്നു എന്നാണ്. ഇപ്പൊ നല്ലതായിട്ട് കാര്യമില്ല, ശരീഅത്തിൽ അതിന് അനുവാദം വേണം. ശരീഅത്തിൽ അനുവാദമുള്ളതേ ഒരാൾക്ക് ചെയ്യാൻ പാടുള്ളൂ. വെള്ളിയാഴ്ച ശ്രേഷ്ഠത ഉണ്ടെന്ന് ഉറപ്പുണ്ട്, പക്ഷെ അന്ന് നോമ്പെടുക്കാൻ പാടില്ല. സമാനമായി നമുക്ക് ഖിയാസ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യമാണ് റജബ് 27 കഴിഞ്ഞുപോയി, അന്ന് ഇസ്രാ മിഅ്റാജിന്റെ ദിവസമാണ് എന്ന് പറയുന്നു. അതിന് യാതൊരു തെളിവുമില്ല. ഇനി അത് സംഭവിച്ചു എന്ന് തന്നെ വെക്കട്ടെ, പക്ഷെ അന്ന് നോമ്പെടുക്കാൻ തെളിവുണ്ടോ? ഇല്ല. ഇതാ ശഅബാൻ മാസം അതിന്റെ 15-ന് പ്രത്യേകം ഒരു നോമ്പെടുക്കും, അന്ന് പ്രത്യേകമായി ഒരു നോമ്പെടുക്കും. അന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ സൃഷ്ടികളിലേക്ക് നോക്കുകയും എല്ലാവർക്കും പുറത്തു കൊടുക്കുകയും മുശ്രിക്കിനും മുശാഹിനും ഒഴികെ പുറത്തു കൊടുക്കാതിരിക്കുകയും ചെയ്യും എന്നതൊക്കെ ശ്രേഷ്ഠത വന്നിട്ടുണ്ട്. അതുകൊണ്ട് അന്ന് എന്ത് ചെയ്യുക, ഒരു നോമ്പ് പാടില്ല. അപ്പൊ നോക്കൂ, ഇങ്ങനെയാണ് ശരീഅത്തിലെ നിയമങ്ങൾ. വലിയ ഗുണപാഠം നൽകുന്ന ഹദീസുകളാണത്. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതാണ് അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേപോലെ തന്നെയാണ് വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം നോമ്പ് പാടില്ല, ശനിയാഴ്ച അങ്ങനെ പ്രത്യേകം പാടില്ല എന്നതുപോലെ തന്നെയാണ് ലാ തഖുസ്സു ലൈലത്തൽ ജുമുഅതി ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി. വെള്ളിയാഴ്ചയുടെ രാവിലെ പ്രത്യേകം ഒരു ശ്രേഷ്ഠത കാണാൻ പാടില്ല. വ്യാഴാഴ്ച രാത്രി പല സമസ്തയുടെ പള്ളികളിലും അന്ന് പ്രത്യേകം ഒരു ഹദ്ദാദും പ്രത്യേകം ഒരു സ്വലാത്തും പ്രത്യേകം ഒരു ആചാരാനുഷ്ഠാനങ്ങളൊക്കെ കാണാം. അങ്ങനെ പാടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ലാ തഖുസ്സു, നിങ്ങൾ പ്രത്യേകമാക്കരുത്. ലൈലത്തുൽ ജുമുഅ, ജുമുഅയുടെ രാവ്, തലേ രാത്രി, വ്യാഴാഴ്ച രാത്രി. ബിഖിയാമിൻ മിൻ ബൈനിൽ ലയാലി, മറ്റുള്ള രാത്രികളിൽ നിന്നും വ്യത്യസ്തമായി ഈ രാത്രിക്ക് മാത്രം പ്രത്യേകം ഒരു പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് അന്ന് പ്രത്യേകം ഒരു നിസ്കാരം, അങ്ങനെ ഒരു കാര്യം പാടില്ല. അതേപോലെ തന്നെയാണ് വലാ തഖുസ്സു യൗമൽ ജുമുഅതി ബിസിയാമിൻ മിൻ ബൈനിൽ അയ്യാം, മറ്റുള്ള ദിവസങ്ങളിൽ നിന്നും വെള്ളിയാഴ്ചക്ക് മാത്രം പ്രത്യേകത കൽപ്പിച്ചുകൊണ്ട് നിങ്ങൾ നോമ്പെടുക്കുകയും ചെയ്യരുത്. ഇല്ല അൻ യകൂന ഫീ സൗമിൻ യസൂമുഹു അഹദുക്കും, ഒരാൾ നോമ്പെടുത്തു വരുന്ന ഒരാളാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ ഉണ്ടെങ്കിൽ ഒരാൾക്ക് എടുക്കാം. ഇങ്ങനെ ഈ ഹദീസുകളൊക്കെ കൂട്ടി യോജിപ്പിച്ചാൽ സഹോദരങ്ങളെ, അതിന്റെ ആകെത്തുകയായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നോമ്പ് വിലക്കപ്പെട്ട 2 ദിവസങ്ങളാണിത്. അഥവാ പ്രത്യേകമായ ആ ദിവസത്തിന് ഒരു പരിഗണന നൽകിക്കൊണ്ട് നോമ്പെടുക്കുക എന്നത് പാടില്ല. ഏതൊക്കെയാണ് ആ ദിവസങ്ങൾ? വെള്ളിയാഴ്ചയും ശനിയാഴ്ചയും. ഒന്നല്ലെങ്കിൽ തലേന്ന് എടുക്കണം, പിറ്റേന്ന് എടുക്കണം, അല്ലെങ്കിൽ വെള്ളിയാഴ്ച എടുക്കണം, ശനിയാഴ്ച എടുക്കണം. ഈ രൂപത്തിലാണ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ഈ ശനിയാഴ്ച ദിവസത്തെ നോമ്പുമായി ബന്ധപ്പെട്ട് സഹോദരങ്ങളെ അനേകം പ്രശ്നങ്ങൾ നമുക്ക് കാണാം. ശനിയാഴ്ച ദിവസം മറ്റുള്ള ദിവസം പോലെയാണ് എന്ന് പറഞ്ഞ അഭിപ്രായം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ശനിയാഴ്ച പാടില്ല, ഫർളല്ലാത്തൊന്നും പാടില്ല എന്ന് പറഞ്ഞവരുമുണ്ട്. എന്നാൽ അതിൽ ശരിയായ അഭിപ്രായം പറഞ്ഞു, ഒറ്റക്ക് എടുക്കരുത് എന്നാണ്. തലേന്നോ പിറ്റേന്നോ എടുത്താൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പ്രത്യേക കാരണമുണ്ടെങ്കിൽ ആശൂറ പോലെ അറഫ പോലെ അങ്ങനെ ഒരാൾ എടുത്തു വരുന്നതാണെങ്കിൽ എടുക്കാം. ഈ അഭിപ്രായങ്ങളൊക്കെ നിലനിൽക്കെ ശനിയാഴ്ച ഫർളല്ലാത്തതൊന്നും എടുക്കാൻ പാടില്ല എന്ന് ചില ആളുകൾ പറയാറുണ്ട്. ശനിയാഴ്ച നോമ്പിന്റെ വിഷയത്തിൽ ഭയങ്കര തർക്കം നടക്കാറുണ്ട്. ഇപ്പൊ നമ്മളിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല.
ലോകത്തിന്റെ പല സ്ഥലങ്ങളിലും അഹ്ലുസുന്നത്തിൽപ്പെട്ട ആളുകൾ ഇവിടെ മാസപ്പിറവി പോലെ ശനിയാഴ്ച നോമ്പിന്റെ വിഷയത്തിൽ ചേരികളായി തിരിക്കപ്പെട്ടിട്ടുണ്ട്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. മസായിലുകൾ, ഫിഖഹിയായ മസ്അലകൾ വളരെ ദീർഘദൃഷ്ടിയോടെ വിശാലതയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ വലിയ അപകടത്തിലേക്കാണ് ചെന്നു പതിക്കുക. പണ്ഡിതന്മാർ പറഞ്ഞ 2 അസ്ലുകൾ, അടിത്തറകൾ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ. ഫിഖഹിയായ ഒരു മസ്അലയിൽ, അഭിപ്രായ വ്യത്യാസം അനുവദിക്കപ്പെട്ട ഒരു മസ്അലയിൽ 2 കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമത്തേത് ഹൃദയ വിശാലതയാണ്. ഒരാൾ ഒരഭിപ്രായം സ്വീകരിച്ചു, മറ്റേയാൾ മറ്റേ അഭിപ്രായം സ്വീകരിച്ചു. ഹൃദയ വിശാലത വേണം. ഞാൻ പിടിച്ച മുയലിന് 3 കൊമ്പ് എന്ന് പറഞ്ഞിട്ട് ഞാൻ സ്വീകരിച്ച അഭിപ്രായം തന്നെ ലോകത്തുള്ള എല്ലാവരും സ്വീകരിക്കണം എന്ന് പറയൽ ഒരിക്കലും ഒരു ഇൽമിന്റെ ബാലപാഠം അറിയുന്ന ഒരാൾക്ക് യോജിച്ചതല്ല. പണ്ഡിതനോ ആലിമോ വായിലോ ദായിയോ ഒന്നും ആവണ്ട. അറിവിന്റെ ബാലപാഠം അറിയുന്ന ഒരാൾക്ക് യോജിച്ചതല്ല എന്ത്? ഫിഖഹിയായ മസ്അലയിൽ ഒറ്റ പിടുത്തം പിടിക്കൽ. ഞാൻ പിടിച്ച പിടുത്തം ഇതന്നെ, ഇതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നൊരിക്കലും ശരിയല്ല. ഹൃദയ വിശാലത വേണം. ഹൃദയ വിശാലത വേണം. ഇത് കണ്ടിട്ടില്ലേ ആധുനികരായ പണ്ഡിതന്മാർ? ഷെയ്ഖ് അൽ അൽബാനി റഹിമഹുല്ലാ, ഷെയ്ഖ് അബ്ദുൽ അസീസ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, മുഹമ്മദ് ഇബ്നു സാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ലാ, 3 പണ്ഡിതന്മാർ. 3 പേർക്കുമുള്ള അഭിപ്രായങ്ങൾ ഫിഖഹിൽ കണ്ട നമ്മൾ അന്തം വിട്ടുപോകും. 3 പേരുടെയും അഭിപ്രായ വ്യത്യാസങ്ങൾ മാത്രം ക്രോഡീകരിക്കപ്പെട്ട കിതാബുകളുണ്ട്. ഒരു മസ്അല 3 അഭിപ്രായം. ഒരു മസ്അലയിൽ 3 പേരും 3 അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ അവർ കണ്ടാൽ വളരെ സ്നേഹത്തിലായിരുന്നു. അവർ പരസ്പരം ദുആ ചെയ്യുമായിരുന്നു, പരസ്പരം ബഹുമാനിക്കുമായിരുന്നു, പരസ്പരം ആദരിക്കുമായിരുന്നു. നമ്മളെ നാട്ടിലോ ഒരാള് ദീനിലുള്ള ഒരു അഭിപ്രായം പറഞ്ഞു, മറ്റേ അടുത്ത് തെറ്റാണെന്ന് വിചാരിക്കുക, ഓനെ വെറുതെ വെച്ചേക്കൂല, വെറുതെ വിടൂല. കണ്ടാല് മുണ്ടാത്തത് മാത്രമല്ല, ഓനെ വെറുതെ ജീവിക്കാൻ സമ്മതിക്കൂല. സഹോദരങ്ങൾ, അത് യോജിച്ചതല്ല, ശരിയല്ല. ഒന്നാമത്തത് ഹൃദയ വിശാലതയാണ്. രണ്ടാമത്തത് ഒരാൾ അതിൽ ശരി ഏതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കണം. ഒരാൾക്ക് ശരി ഏതെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള വകുപ്പുണ്ട്. സഹോദരങ്ങളെ, മേൽപ്പറഞ്ഞ 2 അടിസ്ഥാനങ്ങൾ ഒരു ഫിഖഹിയായ മസ്അലയിൽ നമ്മൾ ഓരോരുത്തരും പാലിക്കേണ്ട മര്യാദയിൽപ്പെട്ടതാണ് എന്ന് സാന്ദർഭികമായി നമ്മൾ മനസ്സിലാക്കുക. അടുത്ത ഹദീസിലേക്ക് കടക്കുന്നതിന് മുന്നേ കഴിഞ്ഞ ദർസുകളിൽ നമ്മൾ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട് 2 ചോദ്യങ്ങൾ ചോദിക്കപ്പെട്ടിട്ടുണ്ട്. അത് പറഞ്ഞ് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കാം. ഒന്നാമത്തേത് ഒരു സഹോദരൻ ചോദിച്ചത്, നമ്മളന്ന് മൻമാത വഅലൈഹി സിയാമുൻ, ഒരാൾ നോമ്പ് ബാധ്യത ഉണ്ടായിരിക്കെ മരണപ്പെട്ടാൽ സാമ അൻഹു വലിയുഹു, അയാളുടെ വലിയ അയാൾക്ക് വേണ്ടി നോമ്പെടുത്ത് വിടണം എന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസ് വായിച്ചിരുന്നു. അതിൽ അദ്ദേഹം ചോദിച്ചത് മരണപ്പെട്ടവർക്ക് വേണ്ടി നോമ്പെടുക്കണം എന്നാണല്ലോ. അപ്പോൾ മരണപ്പെട്ടവർക്ക് വേണ്ടി എന്തൊക്കെ പാടുണ്ട് എന്തൊക്കെ പാടില്ല എന്നത് പ്രത്യേകമായി വന്ന കാര്യങ്ങളൊന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽപ്പെട്ടതാണ് നമ്മുടെ ഈ ഹദീസിൽ വന്ന കാര്യം. ആൾ മരിച്ചു, ആളുടെ ബാധ്യത നിറവേറ്റാൻ വേണ്ടി കുടുംബക്കാർക്ക് അദ്ദേഹത്തിന് വേണ്ടി നോമ്പെടുത്തു കൊടുക്കാം. അതുപോലെ ഹദീസിൽ വന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദുആ, പ്രാർത്ഥന. മരണപ്പെട്ട ഒരാളെ സംബന്ധിച്ചിടത്തോളം 3 കാര്യങ്ങൾ മുറിഞ്ഞു പോവാതെ അയാളുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും. അതിലൊന്നാണ് ഉപകാരമെടുക്കപ്പെടുന്ന അറിവ്. രണ്ടാമത്തേത് സ്വദഖത്തുൻ ജാരിയ, ജാരിയായ സ്വദഖ. മൂന്നാമത്തേത് വലദുൻ സാലിഹുൻ യദ്ഉ ലഹു, അയാൾക്ക് വേണ്ടി ദുആ ചെയ്യുന്ന സാലിഹായ സന്താനം. പ്രത്യേകിച്ച് മക്കളുടെ പ്രാർത്ഥന, മക്കളുടെ ഇസ്തിഗ്ഫാർ, മരണപ്പെട്ട ഒരാൾക്ക് അതിൻ്റെ ഉപകാരം ലഭിക്കും. അതേപോലെ തന്നെയാണ് അവർക്ക് വേണ്ടി ഉംറ നിർവഹിച്ചു കൊടുക്കാം, അതുപോലെ സ്വദഖ ചെയ്യാം, അവർക്കതിൻ്റെ പ്രതിഫലം ലഭിക്കാൻ. ഇതൊക്കെ മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന ആളുകൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പം സംശയം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം, എന്തുകൊണ്ട് പിന്നെ ഖുർആൻ ഓത്ത് പാടില്ല, ഖുർആൻ പാരായണം ഓതി ഹദിയ ചെയ്യൽ എന്തുകൊണ്ട് പാടില്ല എന്നാണ് അതിൻ്റെ ചോദ്യത്തിൻ്റെ മർമ്മം. അതാണ്, അതിലേക്കാണ് ആ ചോദ്യം പോകുന്നത്. അതിതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നജ്മിൽ പറഞ്ഞു, വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ, മനുഷ്യൻ അവൻ പ്രയത്നിച്ചതല്ലാതെ അവന് ഉണ്ടാവുകയില്ല. ഈ ആയത്തിന്റെ തഫ്സീറിൽ ഇബ്നു കസീർ റഹിമഹുല്ലാഹ്
അദ്ദേഹം പറഞ്ഞതായി കാണാം. ഈ ആയത്തിൽ നിന്നാണ് ഇമാം ശാഫിഈ റഹിമഹുല്ലയും അദ്ദേഹത്തിന്റെ കൂടെയുള്ളവരും തെളിവ് പിടിച്ചത് ഖുർആനോത്ത് അത് ഓതി ഹദിയ ചെയ്താൽ മരണപ്പെട്ട ആളുകൾക്ക് എത്തുകയില്ല. എന്തുകൊണ്ടാണത് പറയാനുള്ള കാരണം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ സഹാബത്തിൽ നിന്നോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല. അതുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ കുറേ ശ്രേഷ്ഠത ഉണ്ട്. ഇപ്പൊ നമ്മുടെ വക ഒരു 2 ശ്രേഷ്ഠത കൂടി അങ്ങനെ ദീനിലില്ല. ഉള്ളത് മാത്രമേ വകവെച്ചു കൊടുക്കാൻ പാടുള്ളൂ. പുതുതായി നമുക്ക് കൂട്ടാൻ പാടില്ല. പിന്നെ ചിലത് വിശാലത ഉണ്ടാകും, അതങ്ങനെ പ്രത്യേകം വിശാലമായി തന്നെ പഠിപ്പിക്കപ്പെടും. അതാണ് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. വല്ലാഹു അഅലം. രണ്ടാമത്തൊരു മസ്അല ഉള്ളത് ഗർഭിണികൾ, മുലയൂട്ടുന്ന സ്ത്രീകൾ, അവരുടെ വിട്ടുപോയ നോമ്പുകളെ കുറിച്ചിട്ടാണ്. നമ്മൾ പറഞ്ഞിരുന്നു, ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസ് വായിച്ചപ്പോൾ അവർ ശഅബാനിൽ ഖളാ വീട്ടാറുണ്ടായിരുന്നു. അവർക്ക് ആ സമയത്താണ് അവസരം കിട്ടാറുണ്ടായിരുന്നത്. ഒരു റമദാനിലെ നോമ്പ് വിട്ടുപോയി, അടുത്ത റമദാനിൽ എത്തുമ്പോൾ ഖളാ വീട്ടാത്ത ആളുകൾ 2 രൂപത്തിലാണ്. ഒന്നാമത്തെ വിഭാഗം ഒരു കാരണവുമില്ലാതെ അലസമായി നോമ്പെടുക്കാതിരുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം നോമ്പെടുത്ത് വീടണം, കഫാറത്തായി പ്രായശ്ചിത്തമായി ഭക്ഷണം കൊടുക്കണം, അള്ളാഹുലേക്ക് ഖേദിച്ചു മടങ്ങണം. രണ്ടാമത്തൊരു അവസ്ഥ എന്നുള്ളത് കാരണമുണ്ടാകും. രോഗി ആയതുകൊണ്ടാണ് നോമ്പ് ഉപേക്ഷിച്ചത്, രോഗം മാറിയിട്ടില്ല. അതല്ലെങ്കിൽ പ്രായം ചെന്ന ആളായിരിക്കും, വയസ്സായ ആളുകളായിരിക്കും, ദുർബലരായിരിക്കും. ഇങ്ങനെ ഒരു കാരണമുണ്ടെങ്കിൽ, അങ്ങനെ ഒരാൾ അടുത്ത റമദാനായിട്ടും ഖളാ വീട്ടിയിട്ടില്ല എങ്കിൽ അയാൾക്ക് അവസരം കിട്ടുമ്പോൾ അയാൾ വീട്ടിയാൽ മതി, അയാൾക്ക് കുറ്റമില്ല. ഇതാണ് 2 അവസ്ഥകൾ. അപ്പോൾ അവിടെ പ്രത്യേകമായി ചർച്ചയ്ക്ക് വന്ന 3 വിഭാഗം ആളുകളുണ്ട്. 3 വിഭാഗം ആളുകളിൽ ഒന്നാമത്തെ വിഭാഗം പ്രായം ചെന്ന ആളുകളാണ്, വയസ്സായ ആളുകൾ, സ്ത്രീ പുരുഷന്മാർ. രണ്ടാമത്തെ ഒരു വിഭാഗം അൽ ഹാമിൽ, ഗർഭിണി. മൂന്നാമത്തെ ഒരു വിഭാഗം അൽ മുർദിഅ, മുലയൂട്ടുന്ന സ്ത്രീ. ഈ 3 വിഭാഗവും, ഈ 3 കൂട്ടരും ഒരേ പരിധിയിലാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. കാരണം അവരുടെ പ്രയാസങ്ങൾ നീങ്ങുന്നില്ല. ഈ വർഷം ഒരു സ്ത്രീ ഗർഭിണിയാണെങ്കിൽ അടുത്ത വർഷം എന്തായിരിക്കും? മുലയൂട്ടുന്ന സ്ത്രീ ആയിരിക്കും. സ്വാഭാവികമായി അവർക്ക് അതിനിടയിൽ നോമ്പ് ഖളാ വീട്ടാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. പ്രായം ചെന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസാന കാലത്ത് അദ്ദേഹം ഓരോ നോമ്പിനും പകരമായി ഖുബ്സും മാംസവും നൽകിയിരുന്നു എന്ന് കാണാം. അപ്പോൾ പറ്റേ പ്രായം ചെന്ന ആള്, തീരെ നോമ്പെടുക്കാൻ സാധിക്കാത്ത വയസ്സായ ആളുകൾ, സ്ത്രീ പുരുഷന്മാർ, അവർക്ക് ഓരോ നോമ്പിനും പകരമായി ഭക്ഷണം കൊടുത്താൽ മതി. ഓരോ നോമ്പിനും പകരമായി ഭക്ഷണം കൊടുത്താൽ മതി. ഒന്നല്ലെങ്കിൽ അരിയും അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും, അതല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കി 30 ദിവസത്തിന് 30 ആളുകൾക്ക് കൊടുക്കാവുന്നതാണ്. എന്നാൽ ഹാമിലും മുർദിയും, ഗർഭിണിയും മുലയൂട്ടുന്ന സ്ത്രീയും, അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പണ്ഡിതന്മാർ പറഞ്ഞത് ഒരുപാട് അഭിപ്രായങ്ങളുണ്ട്. അതിലൊന്നാമത്തത് അവർ ഖളാ വീട്ടുകയും ഭക്ഷണം കൊടുക്കുകയും വേണമെന്നതാണ്. വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു അവർ ഭക്ഷണം കൊടുക്കേണ്ടതില്ല, കാരണം അവർക്ക് ഒഴികഴിവുണ്ട്, അതുകൊണ്ട് അവർ ഖളാ വീട്ടിയാൽ മതി. മൂന്നാമത്തെ വേറൊരു വിഭാഗം പറഞ്ഞു നോമ്പെടുക്കുകയും വേണ്ട, കഫാറത്ത് കൊടുക്കുകയും വേണ്ട, അവർ ഭക്ഷണം കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ 3ഓളം പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ കാണാം. എല്ലാം ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് ഓരോ അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ ഒന്നുകൂടി ഓർമ്മ പുതുക്കിയിട്ട് ചെയ്യണം. ഈ 3 അഭിപ്രായങ്ങളാണ് പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ. അതിൽ പണ്ഡിതന്മാർ പറഞ്ഞു, അതിൽ ശരിയായ അഭിപ്രായം, ഒരാൾക്ക് സൂക്ഷ്മതയ്ക്ക് നല്ലത് കഫാറത്ത് എന്തായാലും കൊടുക്കേണ്ടതില്ല, ഭക്ഷണം കൊടുക്കേണ്ടതില്ല. ഒരാൾക്ക് നോമ്പെടുത്താൽ മതി, ഒരു സ്ത്രീ നോമ്പെടുത്ത് വീട്ടിയാൽ മതി. ഇപ്പൊ ഈ വർഷം ഗർഭിണിയാണ്, അടുത്ത വർഷം പ്രസവിക്കും, അവർക്ക് പിന്നെ അടുത്ത നോമ്പ് വന്നാലും കുഴപ്പമില്ല, സാധിക്കുന്നത് പോലെ അവർ ക്രമേണ എടുത്ത് വീട്ടിയാൽ മതി. ക്രമേണ എടുത്തു വീട്ടിയാൽ മതി. അടുത്ത റമദാനായി കുഴപ്പമൊന്നുമില്ല, പിന്നെ അടുത്ത റമദാനായി കുഴപ്പമില്ല. അവർക്ക് അവസരം വരുമ്പോൾ, അവർക്ക് ആരോഗ്യപരമായി ശാരീരികമായി പ്രയാസങ്ങളൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യം വന്നാൽ, തനിക്കോ തൻ്റെ കുട്ടിക്കോ ഉപദ്രവം ഉണ്ടാവുകയില്ല എന്നൊരവസ്ഥ വന്നാൽ അവർ എടുത്തു വീടലാണ് ഉത്തമം. കാരണം നോമ്പ് എന്നത് അള്ളാഹുവിനോടുള്ള ബാധ്യതയാണ്. വേറെ പണ്ഡിതന്മാർ പറഞ്ഞു ഭക്ഷണം കൊടുത്താൽ മതി. എപ്പോൾ ഒരു സ്ത്രീ ഈ വർഷം ഗർഭിണിയായി, അടുത്ത വർഷം പ്രസവിച്ചു, പിന്നീട് അടുത്ത വർഷം വീണ്ടും ഗർഭിണിയായി, ഇതിങ്ങനെ തുടർന്നു പോകുമ്പോൾ ചിലപ്പോൾ ഒരു 3-4 വർഷത്തെ നോമ്പ് എടുത്തു വിടാനുണ്ടാവും.
വെറുത്തുവിടാനേ പിന്നെ നേരെ ഉണ്ടാവുള്ളൂ. അങ്ങനെയുള്ള ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഭക്ഷണം കൊടുത്ത് ആ ബാധ്യതയിൽ നിന്ന് ഒഴിവാകാൻ സാധിക്കും. ഇതിൽ ഒരു സ്ത്രീ ചിന്തിച്ചു നോക്കുക, അവർക്ക് ഏതാണ് അനുയോജ്യം, ഏതാണ് അവരുടെ അവസ്ഥ, അതിനനുസരിച്ച് അവർ ചെയ്യുക. ഈ പറഞ്ഞതൊക്കെ സഹാബികളിൽ നിന്നും വന്ന ഖൗലുകൾ, അവരുടെ വാക്കുകൾ നമുക്ക് കാണാം. അപ്പൊ അത് ഓരോരുത്തരുമാണ് തീരുമാനിക്കുന്നത്. അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കി നോമ്പെടുക്കാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം. അതിനല്ല നോമ്പെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയാണ്, പിന്നെയും പിന്നെയും ഇതുപോലെയുള്ള കാരണം ഉണ്ടാകുമെങ്കിൽ ഭക്ഷണം കൊടുത്തുവിടുക എന്നതാണ്. അതാണ് ആ മസ്അലയിൽ ചുരുക്കി പറഞ്ഞാൽ പറയാനുള്ളത്. അത് ഓരോരുത്തരും സംശയമുണ്ടെങ്കിൽ ആ സമയത്ത് വീണ്ടും ഓർമ്മ പുതുക്കിയിട്ട് ചെയ്യേണ്ടതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസും ബാക്കി കാര്യങ്ങളും നമുക്ക് അടുത്ത ദർസിൽ വിശദീകരിക്കാം. അള്ളാഹു റബ്ബുൽ ആലമീൻ കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു റബ്ബുൽ ആലമീൻ മരണം വരെ അള്ളാഹുവിൻ്റെ ദീനിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلى وأعلم. وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. والسلام عليكم ورحمة الله وبركاته.